പുതിയ സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ വിവാദം, അതിൽ CPM-ൻ്റെ ബന്ധം ഇതിലേക്ക് ചുരുക്കി കേരളത്തിലെ മാധ്യമ രാഷ്ട്രീയ ചർച്ചകളെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം, അതായത് കോൺഗ്രസും സഖ്യകക്ഷികളും BJPയും ഒരു വിഭാഗം മാധ്യമങ്ങളും. രസകരമാണ് കാര്യങ്ങൾ. അതായത് കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് കൊട്ടേഷൻ, അത് രാമനാട്ടുകരയിൽ ഉണ്ടായ അപകടം, ആ അപകടത്തിൽ ഏതാനും പേർ മരിച്ചത്, അതുമായി ബന്ധപ്പെട്ട ദുരൂഹത, സ്വർണ്ണക്കടത്തുകാരെ വേട്ടയാടാൻ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ പുറകെ ചേസ് ചെയ്ത് വന്ന സംഘത്തിലുണ്ടായിരുന്നവരാണ് മരിച്ചത് എന്നുള്ള വിവരം, സ്വർണ്ണക്കടത്ത് സംഘത്തെ ചേസ് ചെയ്ത് പിടികൂടാനും വിലപേശാനും ഒരു സംഘം ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത്, കോഴിക്കോട് സ്വർണ്ണക്കടത്ത്, രാമനാട്ടുകര അപകടം, കൊടുവള്ളി സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പുതിയ കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ സത്യത്തിൽ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. സിമ്പിളാണ് കാര്യം. അതായത് സംഭവം ഇതാണ്: കരിപ്പൂർ വിമാനത്താവളത്തിൽ 2.3 ലക്ഷം 2.3 കിലോ സ്വർണം, കള്ളക്കടത്ത് സ്വർണം വന്നു. അത് ഒരു സംഘത്തിന് വന്നതാണ്. അവരെടുത്ത് പുറത്തു വരുമ്പോൾ വേറെ സംഘം അവരെ പിന്തുടർന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കഥകളാണ് പിന്നെ പുറത്തു വരുന്നത്. അപ്പോൾ നിസ്സാരമല്ല, 2.3 കിലോ സ്വർണത്തിൻ്റെ കാര്യമല്ല. കുറേ കാലങ്ങളായി നടന്നു വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ശൃംഖലയിലെ നമുക്ക് അപരിചിതമെന്ന് വേണമെങ്കിൽ സിനിമയിലൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള കേരള സമൂഹത്തിന് അപരിചിതമായ പുതിയ കുറേ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വർണം കൊണ്ടുവരുന്നതിനെ പിന്തുടരുക, അത് തട്ടിയെടുക്കുക, എന്നിട്ട് അത് വെച്ച് വിലപേശി അവരിൽ നിന്ന് ഒരു തുക വാങ്ങി അവർക്ക് വന്ന സ്വർണ്ണം അതിന് തിരിച്ചു കൊടുക്കുക. നിയമവിരുദ്ധമായതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമവിരുദ്ധമായ ചതിക്കകത്ത് പിന്നെ വഞ്ചന എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി. പക്ഷെ അതിലേക്ക് എങ്ങനെയാണ് CPM-നെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവേഷണവും കണ്ടുപിടുത്തങ്ങളും. നമ്മുടെ വിഷയം അതാണ്. ഒരു കാര്യം പറയേണ്ടതുണ്ട്. കേരളത്തിൽ 2016 മുതൽ 2021 വരെ ഭരിച്ച ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി 5 വർഷം ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും അന്തസ്സായി നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ചയാണിത്. പലരും പറയുന്നുണ്ട് ഇത് ആദ്യത്തെ ഭരണ തുടർച്ചയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. 1967 ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി 69 CH മേനോൻ്റെ നേതൃത്വത്തിലുണ്ടായ ഗവൺമെൻറ്, 70 പിന്നീട് CH മേനോൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ടായ ഗവൺമെൻറ്, ഇതൊക്കെ തുടർച്ചയായിരുന്നു പറയുന്നവരുണ്ട്. അത് നമ്മൾ കൃത്യമായി സോഷ്യൽ മീഡിയയിലും പുറത്തും തുറന്ന് കാണിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ട് അത് യഥാർത്ഥ ഭരണ തുടർച്ച അല്ല എന്നുള്ളത്. ഒരു വരി പറഞ്ഞു പോകാം. 1967 രണ്ടാം EMS സർക്കാർ 1969 രാജിവെക്കുമ്പോൾ നിയമസഭ പിരിച്ചുവിട്ടിരുന്നില്ല. CPIയിലെ ചില മന്ത്രിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് അന്ന് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അന്ന് ആ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർ ശുപാർശ ചെയ്തത്. അങ്ങനെയാണ് ആ സർക്കാർ രാജിവെച്ചത്. പക്ഷേ അന്ന് നിയമസഭ പിരിച്ചുവിട്ടിരുന്നില്ല, നിയമസഭ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ CPIയും വേറെ ചില ആളുകളൊക്കെ ചേർന്നിട്ട് വേറെ സർക്കാരുണ്ടാകും. നിയമസഭ നിലനിൽക്കുന്നതുകൊണ്ട് പുതിയ ഇലക്ഷൻ വേണ്ട, പുതിയ സർക്കാരുണ്ടാകും. അങ്ങനെ CPM ഇല്ല, ആ സർക്കാരിൽ CPM ഇല്ല. പക്ഷേ ഒരു വർഷമേ ആ സർക്കാർ ഉണ്ടായുള്ളൂ, നിലനിന്നുള്ളൂ. CH മേനോൻ്റെ ഒന്നാം സർക്കാർ ഒരു വർഷം 70 ഇലക്ഷൻ നടന്നു. കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ട് CH മേനോൻ മുഖ്യമന്ത്രിയായി. CPM ഇല്ലാത്ത CPIയുടെ ഒരു പുതിയ സർക്കാരുണ്ട്. ഇടതുപക്ഷ സർക്കാരല്ല. CPM ഇല്ലാതെ എന്തായാലും ഇടതുപക്ഷ സർക്കാരല്ലല്ലോ. CPIയുടെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒക്കെ സർക്കാരാണ്. പക്ഷേ ആദ്യം അധികാരത്തിൽ പങ്കാളികളാവുന്നില്ല, ഞങ്ങൾ സർക്കാർ ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അധികാരമില്ല, കോൺഗ്രസ് നിൽക്കാൻ പറ്റില്ല എന്നുള്ള നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്ന കാര്യമാണ്. അവർ സർക്കാരിൻ്റെ ഭാഗഭാക്കായി. അങ്ങനെ ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് 1975 ജൂലൈയിൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ഒരു മാസം മുമ്പ് ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ 5 വർഷം പൂർത്തിയാക്കി ഇലക്ഷൻ നടന്നില്ല. 2 അടിയന്തരാവസ്ഥ കാലം കൂടി, അതായത് 77 വരെ ആ സർക്കാർ നീണ്ടുപോയി. 77 ഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസ് തിരിച്ചു വന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായതും പിന്നെ ഒരു മാസം കഴിഞ്ഞ് രാജൻ രാജിവെക്കേണ്ടി വന്നു, നമുക്കറിയാം. ഇത് ഏത് പശ്ചാത്തലമാണ്? 67 സർക്കാരിൻ്റെ തുടർച്ചയല്ല 69 സർക്കാർ എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഈ CPM അതിലില്ല എന്നുള്ളതാണ്. 70 സർക്കാരിൻ്റെ തുടർച്ച കൊണ്ട് അടിയന്തരാവസ്ഥ വന്നുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ ശേഷം വന്ന സർക്കാർ ജനവിരുദ്ധ സർക്കാരുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. കാരണം രാജനും വർക്കല വിജയനും ഒക്കെ നമുക്കറിയാം. പിന്നീട് പുറത്തു വരുന്നത് കക്കയം ക്യാമ്പിൻ്റെ കഥകളൊക്കെ പിന്നെ പുറത്തു വന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, സമ്പൂർണ്ണ ഇടതുപക്ഷ ഗവൺമെൻറ് വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റി 5 വർഷം പൂർത്തിയാക്കിയിട്ട് വലിയ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട്
തിരിച്ചു വന്ന കൂടുതൽ ഭൂരിപക്ഷം തിരിച്ചു വന്ന ഒരു കാലമാണ് രണ്ടാം പിണറായി സർക്കാർ. അതാണ് അതിനെക്കുറിച്ച് പറയേണ്ട തെറ്റിദ്ധാരണകൾ പല രീതിയിൽ പ്രചരിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും രണ്ടാം പിണറായി സർക്കാർ വന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? 2021 ഏപ്രിൽ 6 ഇലക്ഷൻ നടന്നു. മെയ് 2 റിസൾട്ട് വന്നു. മെയ് 20 പുതിയ സർക്കാർ ഏറ്റെടുത്തു, പുതിയ അധികാരം ഏറ്റെടുത്തു. അതായത് മെയ് 2 ഇലക്ഷൻ റിസൾട്ട് മുതൽ നമുക്ക് നോക്കാം. മെയ് 2 മുതൽ ഇപ്പോൾ ഈ ദിവസം വരെ നോക്കിയാൽ ഇന്ന് ജൂൺ 30 മെയ് 2 ജൂൺ 2 ഒരു മാസം, ജൂലൈ 2 2 മാസം ആവുള്ളൂ. അതായത് ഒരു സർക്കാർ അതിൻ്റെ ഏറ്റവും ശൈശവാവസ്ഥയിലാണ്. ആ സർക്കാരിന് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ 8 MLA ഭൂരിപക്ഷം കൂടുതലാണ്. 91 പേരുള്ളായിരുന്നു അന്നെങ്കിൽ 99 പേർ ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ മാന്യമായ ജനവിധി മാൻഡേറ്റ് നേടി വന്ന ഒരു സർക്കാരിനെ, ആ ജനവിധിയെ, ആ മാൻഡേറ്റിനെ അവഹേളിക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അസാധാരണമാണ്. അതാണ് നമ്മുടെ പോയിൻ്റ്. അസാധാരണമായി ഈ വളഞ്ഞിട്ടാക്രമണത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇവർ CPM-നോടും CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് സഹനേതാക്കളോടും ഇവർക്ക് ഇത്ര വൈരാഗ്യം എന്താണ്? ഇവർ രാഷ്ട്രീയമായി നേരിടട്ടെ. നമ്മൾ പറയുന്നതാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ, ഒരു രാഷ്ട്രീയ മുന്നണിയെ, ഒരു രാഷ്ട്രീയ ഇലക്ഷൻ ശേഷം വന്ന ഗവൺമെൻറ്റിനെ രാഷ്ട്രീയമായി നേരിടട്ടെ. ആക്രമണമായാലും കടന്നാക്രമണമായാലും എന്തായാലും ഇത് രാഷ്ട്രീയമല്ല. നമുക്കറിയാവുന്നതുപോലെ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ ഇങ്ങോട്ട് ഈ ഗവൺമെൻറ്റിനെ വളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതൊരു കഴിഞ്ഞ കാലത്തൊന്നും കേരളത്തിൻ്റെ 60 വർഷത്തെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതി ആക്രമണം ഉണ്ടായല്ലോ. അതിനുശേഷം 2020 നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഉണ്ടായ റിസൾട്ട് എന്താണ്? 6-ൽ 5 കോർപ്പറേഷനുകളും LDF, 14-ൽ 13 ജില്ലാ പഞ്ചായത്തുകളും LDF, നിരവധി ഗ്രാമപഞ്ചായത്ത്, അതായത് ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ, ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF തരംഗമാണല്ലോ ഉണ്ടായത്. അതിൽ നിന്ന് അന്നത്തെ ഒരു വിഭാഗം മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷവും പാഠം പഠിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചു. അതായത് ഈ ആക്രമണങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾ കോവിഡ് കാലത്തും നിപ കാലത്തും ഓഖി കാലത്തും 2 പ്രളയകാലത്തുമൊക്കെ ജനങ്ങളുടെ കൂടെ നിന്ന് ഗവൺമെൻറ്റിനെ അവർ സ്വീകരിച്ചു. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് മനസ്സിലായി. ജനങ്ങൾ ഗവൺമെൻറ് കൂടെ നിന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ അവരുടെ കൂടെ നിന്നു, അവർ ഞങ്ങളെ പിന്തുണച്ചു. ഒരു സിമ്പിൾ പൊളിറ്റിക്സാണ്. അല്ലാതെ കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രമുള്ള ഇതല്ലല്ലോ. കിറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നു പറയുമ്പോൾ ഇവരെല്ലാം അവഹേളിക്കും, ജനങ്ങളെ അവഹേളിക്കുന്നത്. ഒരു കിറ്റിന് വീഴുന്നവരാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധ രാഷ്ട്രീയം. അപ്പം രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമഗ്രമായ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായ ജനവികാരമാണ്, ആ വിധിയാണ് ഉണ്ടായത്. അതിനുശേഷം 2 മാസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അതാണ്, 2 മാസമായില്ല പുതിയ സർക്കാർ വന്നിട്ട്, ഭരണ തുടർച്ചയുണ്ടായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ കരിപ്പൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്തിൻ്റെ പേരിലുണ്ടാകുന്ന ആക്രമണം അതിഭയങ്കരമാണ്. ഇന്നലെ രാത്രി ഒരു ചാനൽ ചർച്ചയിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി A. റഹീം, ആ ചാനലിലെ നമ്മുടെ സുഹൃത്തു കൂടിയായ മാധ്യമപ്രവർത്തകൻ ഹാഷ്മിയോട് റഹീം ചോദിക്കുന്നു, ആരാണ് ആ 2 പേരുടെ ഫോൺ സംഭാഷണം പുറത്തു വിടുകയാണ്. ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുകയാണ്. 2 പേർ തമ്മിലുള്ള ഫോൺ സംഭാഷണം ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്. അവർ CPM-നെ കുറിച്ച് പറയും. CPM പാർട്ടി പറഞ്ഞിട്ടാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് CPM ആണ് അതിൽ മുഖ്യ കഥാപാത്രം. അപ്പോൾ 2 കള്ളക്കടത്തുകാർ തമ്മിൽ CPM-നെ കുറിച്ചും CPM ഇതിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും വ്യക്തമാക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നു എന്നാണ് വാർത്ത. എല്ലാ ചാനലുകളും ഇന്നലെ കൊണ്ടുവന്നതാണ്, സംപ്രേഷണം ചെയ്തതാണ്. ആരാണ് സംസാരിക്കുന്ന ആൾ? റഹീമിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ 20 മിനിറ്റോളം പോയിട്ട് അടുത്ത ആളിലേക്ക് പോവുകയും ചെയ്തത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ സംഭവം. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കുപ്രസിദ്ധ സ്വർണ്ണക്കടത്തിൽ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് ബന്ധമുണ്ട്, അദ്ദേഹം നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു, ഇടപെട്ടിരുന്നു എന്ന മൊഴി കൊടുക്കാൻ വേണ്ടി ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു എന്ന് സ്വപ്ന പറയുന്ന ഒരു ഓഡിയോ പുറത്ത് വന്നല്ലോ. അതിനോടുള്ള അന്നത്തെ മാധ്യമങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ആ സംഭവത്തെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും എങ്ങനെയാണ് സമീപിച്ചത്? ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ അത് പുറത്തു വരേണ്ടി വന്നു. അവർ പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് പല മാധ്യമങ്ങളും കിട്ടിയതാണ് വിവരം. ആരും പുറത്തു വിട്ടില്ല. ഓൺലൈൻ മാധ്യമം പുറത്തു കൊണ്ടുവന്ന ശേഷം ചർച്ച ചെയ്തവർ പോലും
അതിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് തലനാരിഴ കീറി പരിശോധിച്ചത്. അതാണ് ഈ ഇന്നലെ പുറത്തു വന്ന CPM-നെതിരായ 2 കള്ളക്കടത്തുകാരുടെ ആ സംഭാഷണത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ആർക്കും സംശയമില്ല. ആധികാരികമാണെന്ന് ആവർത്തിച്ച് പറയുന്നു. ആരാ സംസാരിക്കുന്നത്, അവരുടെ പേരെന്താ, അതുമാത്രം പറയുന്നില്ല. സ്വപ്ന സുരേഷ് കൃത്യമായി അവരുടെ ശബ്ദത്തിൽ പറയുന്ന കാര്യമായിരുന്നു അന്ന് പുറത്തു വന്നത്. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് വളരെ സംശയം ഒരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഈ ഫാസിസം രാജ്യത്ത് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ദംഷ്ട്രകൾ പുറത്തേക്കിട്ട് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമെതിരെ വലിയ ഭീഷണി ഉയർത്തുന്ന കാലഘട്ടത്തിൽ ചെറുതെങ്കിലും അർത്ഥപൂർണമായ ശബ്ദമുയർത്തുന്ന ഇടതുപക്ഷമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷം മാധ്യമപ്രവർത്തകരാലും സാംസ്കാരിക പ്രവർത്തകരാലും ഒക്കെ വലിയ രീതിയിൽ പിന്തുണയ്ക്കപ്പെടുന്നത്. അത് ഇടതുപക്ഷത്തിനുള്ള ബ്ലാങ്ക് ചെക്കല്ല. പക്ഷേ ഇടതുപക്ഷം ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഏകപക്ഷീയമായി ക്രൂശിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള മിനിമം ജനാധിപത്യപരമായ ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിനുണ്ട്. ചിന്തിക്കുന്നവർക്കും കാര്യങ്ങളെ വസ്തുതാപരം മനസ്സിലാക്കുന്നവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്, കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് ആസൂത്രിതമായ ഇടതുവിരുദ്ധ ആക്രമണമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കെ സുധാകരൻ KPC പ്രസിഡൻറ്റും VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അവർക്ക് അവരുടെ സ്ഥാനം ലൈംലൈറ്റിൽ കൃത്യമായി സ്ഥാപിക്കാൻ ഒരു ഇഷ്യൂ ആവശ്യമാണ്. മുട്ടിൽ മരമുറി വന്നു. ആ വിഷയം വേണ്ട വിധം അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അതിൽ കൃത്യമായ നടപടികളുണ്ടായി എന്ന് വ്യക്തമാവുകയും ചെയ്തു. മാത്രമല്ല, അതിനകത്ത് വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതിൽ CPM ഇല്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഇടതുപക്ഷത്തിനെതിരെയാണ് ആക്രമണമെങ്കിലും CPM എന്ന രാഷ്ട്രീയ കക്ഷിക്ക് അതിൽ നേരിട്ട് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടും മുട്ടിൽ മരമുറി CPയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അതിൽ അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് വന്നപ്പോൾ ആകാശ് ചില്ലങ്കേരി, അങ്ങനെ അർജുൻ ആയെങ്കിൽ, ഇങ്ങനെ ചില ആളുകളുടെ പേരൊക്കെ വരുമ്പോൾ അതൊരു CPM-ൻ്റെ സൈബർ വോളണ്ടിയർമാരുമായി ബന്ധപ്പെട്ട ചില പേരുകൾ വരുന്നു. യഥാർത്ഥത്തിൽ അവർ CPM-കാരല്ല എന്നും അവർ CPM-ൻ്റെ പേരിൽ സൈബർ രംഗത്ത് ചില നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്തവരാണെന്നും CPM നേതൃത്വം, DYFI നേതൃത്വം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അവിടെ വച്ച് കടത്തിനുപയോഗിച്ച കാറിൻ്റെ ഉടമയായി കണ്ടെത്തിയ സജേഷ് എന്ന ആൾ DYFIയുടെയും CPM-ൻ്റെയും പ്രവർത്തകനായിരുന്നു. കണ്ടെത്തിയപ്പോൾ അയാളെ രണ്ടിൽ നിന്നും പുറത്താക്കി. CPM-ഉം DYFIയും പുറത്താക്കി. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇതിനെ എങ്ങനെ CPM-വുമായി കണക്ട് ചെയ്യാം എന്ന് നോക്കുന്ന വളരെ നിഷേധാത്മകമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കറയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയമായ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ശരിയായ ദിശകൾക്കും, മാത്രമല്ല കേരളത്തിൻ്റെ മുന്നോട്ട് ഈ പുതിയ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടയ്ക്കും ഒരു കാരണവശാലും ഗുണകരമല്ല. ഒരു സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളെയും പ്രതിപക്ഷം കണ്ണുമടച്ച് പിന്തുണയ്ക്കണമെന്നോ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉന്നയിക്കരുതെന്ന് ആരും പറയില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവകാശമാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷമാകുന്നത്. പക്ഷേ വേറൊന്നുണ്ട്, പ്രതിപക്ഷം 2016-21 കാലയളവിലെ പ്രതിപക്ഷം എന്തുകൊണ്ട് വീണ്ടും പ്രതിപക്ഷം തന്നെയായി എന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ശരിയായ, കൃത്യമായ, വസ്തുതാപരമായ നിലപാടെടുക്കാൻ സാധിക്കുന്നത്. അതെടുക്കാൻ അവർ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ അർജുനായെങ്കിൽ, ഈ ആകാശ് ചില്ലങ്കേരി തുടങ്ങിയ പേരുകളിട്ട് തിരിച്ചും മറിച്ചും കളിച്ചുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ, ആ മാധ്യമങ്ങളാകട്ടെ, ഞാൻ മാധ്യമപ്രവർത്തകനാണ്, നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, ഈ നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന് പിന്നിലുള്ള അതിൻ്റെ തയ്യാറെടുക്കൽ നടത്തുന്ന ആളുകളൊക്കെ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ, മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി കണ്ണുമടച്ച് വിശ്വസിക്കുന്ന മാധ്യമപ്രവർത്തനമാകാൻ പാടില്ല. മാധ്യമങ്ങളുടെ ശബ്ദം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാകണം എന്നുള്ളത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വലിയ വസ്തുതയാണ്, എത്തിക്കലായിട്ടുള്ള ധാർമ്മികതയാണ്, കാര്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ മുന്നണിയുടെയും പ്രതിപക്ഷ പാർട്ടിയുടെയും വക്താക്കളാവുക എന്നുള്ളതല്ലല്ലോ. കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഈ മാധ്യമങ്ങൾ ഇവരുടെ കൂടെ ചേർന്ന് ആക്രമിക്കുകയും ഉന്നയിക്കുകയും ചെയ്ത ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞുപോയി. അങ്ങനെയാണല്ലോ മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും ഭരണത്തുടർച്ചയുണ്ടായത്. അപ്പോൾ അതേ പാറ്റേണിൽ അതേ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില നേതാക്കന്മാരുടെ മുഖങ്ങൾ മാത്രം മാറുന്നു. എന്നിട്ട് അതേ തരത്തിലുള്ള വേറൊരു ആക്രമണം CPM-നും പിണറായി വിജയനും ഈ സർക്കാരിനും നടത്തുന്നത്
ഒരു ജനാധിപത്യവാദി എന്നതിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനർത്ഥം CPM-നെയോ സർക്കാരിനെയോ അന്ധമായി ന്യായീകരിക്കുന്നതല്ല. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. വസ്തുതാപരമായി വിഷയാധിഷ്ഠിതമായി വിമർശിക്കും, വിഷയാധിഷ്ഠിതമായി കൂടെ നിൽക്കുകയും ചെയ്യും. ഇത് കാര്യകാരണസഹിതം കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ കൂടെ നിൽക്കേണ്ട സന്ദർഭമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കരിപ്പൂർ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ചർച്ചകൾ ഏകപക്ഷീയമായി CPM വിരുദ്ധമായി മാറുന്നതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത്. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ ജനവിധിയെ മാനിക്കൂടിയാണ് ചെയ്യുന്നത്. ഈ 2 മാസം മുമ്പ് പുറത്തു വന്ന ജനവിധിയെ മാനിക്കൂടി ചെയ്യുകയാണ്. ആ ജനവിധി ഉയർത്തിപ്പിടിക്കുന്നവർ ഇത്തരം നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ സുധാകരൻ്റെ അടക്കമുള്ള നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ അന്ധമായ പിന്തുടർച്ചക്കാരാകാൻ പാടില്ല. കൃത്യമായിരിക്കണം തീരുമാനങ്ങൾ, കൃത്യമായിരിക്കണം നിലപാട്, കൃത്യമായിരിക്കണം പറച്ചിൽ. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ചുമതലയേറ്റിന് അടുത്ത ദിവസം പറഞ്ഞത്, എൻ്റെ ഇടപെടലുകൾ, സർക്കാരിനെതിരായ എൻ്റെ വിമർശനങ്ങൾ വിഷയാധിഷ്ഠിതമായിരിക്കും, കൂടെ നിൽക്കേണ്ട കാര്യം കൂടെ നിൽക്കുമെന്നാണ്. അന്നേ നമ്മൾ പറഞ്ഞു ഇത് കണ്ടറിയണമെന്ന്. ഇപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഈ സ്വർണ്ണക്കടത്ത് കേസും ഉപയോഗിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കൃത്യമായും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി കൃത്യമായും പറഞ്ഞു, ആരാണ് പ്രതികൾ, ആരാണ് കുറ്റക്കാർ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും ഈ സർക്കാർ നൽകില്ല. കൃത്യമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി തലത്തിൽ രാഷ്ട്രീയമായി ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല, അവരൊരു രീതിയിലും അവരുടെ കൂടെ നിൽക്കില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ പേരിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കർശനമായ നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല, ജനങ്ങളോട് പറയും എന്ന് കൃത്യമായ താക്കീത് ചെയ്യും. ഇവർ പാർട്ടിക്കാരല്ല, അവരെ ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ വിശ്വസിക്കരുതെന്ന് പൊളിറ്റ് ബ്യൂറോ മെമ്പർ, CPM പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വരകളാക്കി മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും ഈ വെറുപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നത് കൊണ്ടാണ് വീണ്ടും പറയേണ്ടി വരുന്നത്. വസ്തുതകളെ കാണുക. കരിപ്പൂർ കള്ളക്കടത്ത് കേസ് മറ്റൊരു പഴയ സ്വപ്ന സുരേഷ് കള്ളക്കടത്ത് കേസിൻ്റെ ആവർത്തനമായി, ആ ക്യാമ്പയിൻ്റെ ആ ദുഷ്പ്രചരണത്തിൻ്റെ ആവർത്തനമായി മാറിയാൽ ആ പ്രചരണം ഏറ്റെടുക്കുന്നവരായിരിക്കും ഒരുപക്ഷെ അവമാനിതരാവുക. ആ സംഭവത്തിൽ കണ്ടത് അതാണ്. എവിടെ പോയി അവർ പ്രതികളായി മുന്നിൽ നിർത്തിയവരൊക്കെ? ആരും കാണാനില്ല. KT ജലീൽ പ്രതിയല്ല, ശിവശങ്കർ പ്രതിയല്ല, അങ്ങനെ പലരും പ്രതിയല്ല. ആ സമയത്ത് വേട്ടയാടപ്പെട്ടവരാണ് അവരൊക്കെ എന്ന് പറഞ്ഞതുപോലെ മെറിറ്റിൽ കാണണം കാര്യങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി.